ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 888. വളരെ റീസെൻ്റ് ആയിട്ടാണ് സ്നാപ്ഡ്രാഗൺ ഈ ഒരു പ്രോസസ്സർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ്. ടോപ്പിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. സ്നാപ്ഡ്രാഗൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു വെർഷൻ നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 865 ആയിരുന്നു ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സർ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നതെന്ന് പറയുന്നത് 865 ശേഷം 875 അല്ലെങ്കിൽ 880 ഒക്കെ ഒരു പ്രോസസ്സർ ലോഞ്ച് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് 888 എന്നൊരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തതിനെ പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോസസ്സർ കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം 2021 നമ്മളുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനീസും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺസുകൾ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കും, ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസുകളിൽ കിട്ടിയിരുന്ന പല സ്പെസിഫിക്കേഷൻസും നമുക്കിപ്പോൾ ഒരു 25,000 ഉള്ളിൽ വരുന്ന സ്മാർട്ട് ഫോൺസിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ പ്രോസസ്സറുകളും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രോസസ്സറുകളും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോസസ്സർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 പറ്റി സംസാരിക്കാം. സ്നാപ്ഡ്രാഗൺ 888 5nm ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ അതിൽ 20-25% ട്രാൻസിസ്റ്റേഴ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മാക്സിമം പവർ ഔട്ട്പുട്ടും മാക്സിമം പവർ എഫിഷ്യൻസിയും ഉണ്ടാവും. അതായത് നമുക്ക് മാക്സിമം പവറും തരും. അതിനനുസരിച്ച് ബാറ്ററി കൺസപ്ഷൻ വളരെ കുറച്ച് മാത്രമേ അവർ എടുക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കി കഴിഞ്ഞാൽ ഇതൊരു 8 കോർ പ്രോസസ്സറാണ്. പ്രൈമറി കോർ എന്ന് പറയുന്നത് കോർട്ടെക്സ് X1 ആണ്. ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.84 GHz. അടുത്ത 3 കോർ എന്ന് പറയുന്നത് കോർട്ടെക്സ് A78 ആണ്. ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2.4 GHz. അടുത്ത 4 എന്ന് പറയുന്നത് സാധാ പോലെ തന്നെ എഫിഷ്യൻസി കോഴ്സാണ്. കോർട്ടെക്സ് A55 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1.8 GHz ആണ് ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇംപ്രൂവ്മെൻറ്റ്സ് നമ്മൾ പെർസെൻറ്റേജ് കണക്കിലാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 25% ഇംപ്രൂവ്മെൻ്റ് ആണ് CPUയിൽ വന്നിരിക്കുന്നത്. 35% ഇംപ്രൂവ്മെൻ്റ് ആണ് GPUയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 35% എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ആണ്. കാരണം ഗെയിമേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകും. കാരണം ഗെയിം പ്രോസസ്സിങ്ങും ഗെയിം റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടും. GPU എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്. അത് ഗ്രാഫിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് സോഫ്റ്റ്വെയർ ആണോ റൺ ചെയ്യുന്നത് അതിന് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബാറ്ററി എഫിഷ്യൻസി 20% കൂടിയിരിക്കുന്നത്. ഇതും നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കറൻ്റ് നോക്കിക്കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് കൂടുതലുള്ള സ്മാർട്ട് ഫോൺസിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും പല സ്മാർട്ട് ഫോണിലും. അപ്പോൾ ഒരു 4000 mAh ബാറ്ററി കൊടുത്തുകൊണ്ട് നല്ലൊരു ഫാസ്റ്റ് ചാർജർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നതാണ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മോഡെന്ന് പറയുന്നത് കറൻ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റും ഏറ്റവും ഫാസ്റ്റുമായിട്ടുള്ള existing മോഡമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ Wi-Fi 6 സപ്പോർട്ടിംഗ് ആണ്. Wi-Fi 6 ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടഡ് ആണ്. ആൻഡ് ഇതൊരു 5G മോഡം കൂടിയാണ്. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ഇമേജ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരു പ്രോസസ്സറിലെ ഫാക്ടർ എന്ന് പറയുന്നത് ISP ആണ്. ISP എന്ന് പറഞ്ഞാൽ ഇമേജ് സിഗ്നൽ പ്രോസസ്സറാണ്. ഇതിൽ ട്രിപ്പിൾ ISP ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമേജ് പ്രോസസ്സിങ്ങും വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് നല്ലൊരു ക്യാമറ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോൺ കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു കണക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 12 മെഗാപിക്സൽ ക്യാമറയിൽ എടുത്തിട്ടുള്ള 120 ഇമേജസ് ഇത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓവറോൾ ഇത്രമാത്രം. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 888 ആദ്യമായിട്ട് വരുന്നത് MI 11 എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് OnePlusൻ്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പുകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സർ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.